ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. തീർത്ഥാടകർ ഇന്ന് രാത്രിയോടെ മിനായിലേക്ക് നീങ്ങി തുടങ്ങും. 16 ലക്ഷത്തോളം തീർത്ഥാടകർ ഇതിനോടകം മക്കയിലെത്തിയിട്ടുണ്ട് എന്നാണ് കണക്ക്. കർമ്മങ്ങൾക്ക് നാളെ തുടക്കമാകുകയാണ്. ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മക്കയിലെത്തിയിരിക്കുന്നത്. എനിക്ക് പിന്നിലാണ് മിന താഴ്വരയുള്ളത്. തീർത്ഥാടകരെല്ലാം ഇന്ന് രാത്രിയോടെ തന്നെ മിനായിലേക്ക് നീങ്ങി തുടങ്ങും. 16 ലക്ഷത്തോളം തീർത്ഥാടകരാണ് കഴിഞ്ഞ ദിവസം വരെ ഹജ്ജിനായി മക്കയിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും 1,75,000 തീർത്ഥാടകർ എത്തിയിട്ടുണ്ട്. ഇതിൽ 1,22,000 തീർത്ഥാടകർ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയും 52,000 തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുമാണ് എത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ കൂടുതലും താമസിക്കുന്നത് ഈ അസീസിയയിലാണ്. ഞാനിപ്പോൾ അസീസിയയിലാണുള്ളത്. ഈ ഭാഗത്ത് നിന്ന് തീർത്ഥാടകർ ഇന്ന് രാത്രി ഏതാണ്ട് 8 മണിയോടെ തന്നെ മീനായിലേക്ക് നീങ്ങി തുടങ്ങും. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇന്ത്യയിൽ നിന്നുള്ള ഏതാണ്ട് എല്ലാ തീർത്ഥാടകരും മീനായിലെ തമ്പുകളുടെ നഗരം എന്ന് അറിയപ്പെടുന്ന മീനായിൽ എത്തിച്ചേരും. അൽഹംദുലില്ലാ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ മദീന ദുൽഹുലൈഫ മീഖാത്തിൽ നിന്നും ഹജ്ജിന് ഇഹ്റാം ചെയ്ത് മക്കയിലേക്ക് വന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രിയോടുകൂടി ഞങ്ങൾ മീനായിലേക്ക് പുറപ്പെടും. ഇൻഷാ അല്ലാഹ് മീനായിലേക്ക് ഇപ്പോൾ പഴയ പോലെയല്ല, കുറച്ചുകൂടെ അധികമാണെങ്കിലും സൗകര്യങ്ങളൊക്കെ വളരെ അധികമുണ്ട്. മദീനയിൽ നിന്ന് മിഞ്ഞാന്ന് ഞങ്ങൾ വന്നു. ഇന്ന് രാത്രി ഞങ്ങൾ മീനയിലേക്ക് പോകും. എൻ്റെ ആദ്യമായിട്ട് ഹജ്ജ് ചെയ്യാണ്. ആഗ്രഹം ഇൻഷാ അല്ലാഹ് അല്ലാഹ് സഫലീകരിച്ച് തരട്ടെ. മീനായിൽ തീർത്ഥാടകർക്ക് നാളെ പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാനില്ല. മറ്റന്നാൾ നടക്കുന്ന അറഫ സംഗമത്തിന് മുന്നോടിയായി അതിനുള്ള തയ്യാറെടുപ്പായാണ് മീനായിലെ നാളത്തെ താമസം കണക്കാക്കപ്പെടുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 16-17 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. അതിന് പുറമെയാണ് 2.5-3 ലക്ഷത്തോളം വരുന്ന ആഭ്യന്തര തീർത്ഥാടകരും ഇത്തവണ ഹജ്ജ് നിർവഹിക്കും. കനത്ത ചൂടിലാണ് ഇത്തവണത്തെയും ഹജ്ജ്. 47 ഡിഗ്രി സെൽഷ്യസ് ചൂട് അനുഭവപ്പെടും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.